യാത്രയിൽ ആര് പങ്കെടുക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ആ ജഗന്യന്താവാണ്, പരമാത്മാവാണ്. അതുകൊണ്ട് തന്നെ പ്രായം കൂടുതലുണ്ട് എങ്കിൽ പോലും ഒരാൾ ആ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാനിൽ നിന്ന് വരുന്നൊരു വിളിയാണ്. ഈ അമ്മയ്ക്ക് പൂജാരി എന്തോ ഒന്ന് കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. തിരക്കിനിടയിൽ ദർശനം ഒരുവിധം പൂർത്തിയാക്കി. പക്ഷെ അമ്മയ്ക്ക് ജഗന്നാഥനെ കണ്ട് തൃപ്തിയായിട്ടില്ല. എന്തായാലും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് അമ്മയുടെ കയ്യിലിരിക്കുന്ന പ്രസാദം നോക്കുമ്പോൾ ഒരു ചെറിയ മൺകുടത്തിനുള്ളിൽ വെണ്ണയും ഒരു മയിൽപ്പീലിയുമാണ് പ്രസാദം. വട്ടക്കണ്ണുകളുള്ള കൈകാലുകളില്ലാത്ത മൂർത്തിയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സിലുള്ള കൃഷ്ണനെ തന്നെ കണ്ടാൽ മതി എന്ന് ഭഗവാൻ തീരുമാനിക്കുകയും കാണുന്നതൊന്ന്, ദർശനം മറ്റൊന്ന്. ഓരോ യാത്രകളും വ്യത്യസ്തമായ പല പല അനുഭവങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ്. തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്, ജീവിതത്തിലെ പല പാഠങ്ങളും പഠിക്കുന്നത് എല്ലാം യാത്രകളിൽ തന്നെ. പുരി ജഗന്നാഥത്തിലേക്കുള്ള യാത്ര അത്തരത്തിൽ പലപ്പോഴും രസകരമായ അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കും. പുരി ജഗന്നാഥ ക്ഷേത്രം വളരെ വിശാലമായൊരു ക്ഷേത്രമാണെങ്കിലും ക്ഷേത്രത്തിനകത്തേക്ക്, നമ്മൾ ആ രത്നവേദി എന്നറിയപ്പെടുന്ന ശ്രീകോവിലിനകത്തേക്ക്, ശ്രീകോവിലിലെ കാഴ്ചകൾ ദർശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു തിരക്ക് തന്നെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എപ്പോഴും. അവിടെ പ്രത്യേകിച്ച് നമുക്കൊരു സ്പെഷ്യൽ ടിക്കറ്റ് സംവിധാനമോ അങ്ങനെ ഒന്നും തന്നെ പുരിയിലില്ല. എങ്ങനെയായാലും നമ്മൾ ഈ തിരക്കിൻ്റെ ഭാഗമായാൽ മാത്രമേ അവിടെ ദർശനം നടത്താനാവുള്ളൂ. അപ്പോൾ പുരി യാത്രയിൽ ഒരിക്കലൊരു 84 വയസ്സ് പ്രായമുള്ള സുഭദ്രാമ്മ യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ, യാത്രയ്ക്ക് ബുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചത്, എനിക്ക് വലിയ ആഗ്രഹമാണ് പുരി ജഗന്നാഥനെ കാണാൻ. ഞാനൊരു കൃഷ്ണഭക്തയാണ്, എനിക്ക് പുരി ജഗന്നാഥനെ കാണുന്ന അത്രയ്ക്ക് ആഗ്രഹമുണ്ട് മോളെ. പക്ഷേ 84 വയസ്സായതുകൊണ്ട് എന്നെ ആരും കൊണ്ടുപോകില്ല കൂടെ, അവിടെ വലിയ തിരക്കാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പൊതുവിൽ മോക്ഷ വിശ്വസിക്കുന്നത് യാത്രയിൽ ആര് പങ്കെടുക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ആ ജഗന്യന്താവാണ്, പരമാത്മാവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിനകത്ത് വലിയൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നാണ് വിചാരിക്കൽ. അതുകൊണ്ട് തന്നെ പ്രായം കൂടുതലുണ്ട് എങ്കിൽ പോലും ഒരാൾ ആ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാനിൽ നിന്ന് വരുന്നൊരു വിളിയാണ്. അപ്പോൾ അതിനൊപ്പം നിൽക്കുക എന്നുള്ളത് മോക്ഷയുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് കരുതുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മളോട് പങ്കുവെച്ചാൽ അതിന് തടസ്സം പറയാതെ ധൈര്യമായിട്ട് വരൂ, നമുക്ക് വേണ്ടത് നോക്കാം എന്നാണ് പറയാറ്. 84 വയസ്സ് പ്രായമുണ്ട് എങ്കിലും അമ്മ കുറച്ച് ആരോഗ്യവും കുറച്ചൊന്ന് അത്രയ്ക്ക് വലിയൊരു നല്ല ആരോഗ്യത്തിലുള്ള ആളല്ല എന്ന് നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഏതായാലും ക്ഷേത്രത്തിലെന്ന് വെച്ചാൽ ആ ദിവസം എന്നല്ല, എല്ലാ ദിവസവും തിരക്കുള്ളൊരു ക്ഷേത്രമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ക്യൂ നിന്ന് നമ്മൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ശ്രീകോവിലിനകത്ത് രത്നവേദിക്ക് മുമ്പ് ഒരു ഗരുഡ മണ്ഡപമുണ്ട്. ഈ മണ്ഡപത്തിനകത്തേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ ഒന്നും നമ്മുടെ കയ്യിലല്ല. ആ തിരക്കിലേക്ക് പെട്ട് നമ്മളിങ്ങനെ ഒഴുകി പോകാം. പലപ്പോഴും നമ്മളുടെ കാലൊന്നും നിലത്ത് നിൽക്കുന്നുണ്ടാവില്ല, അങ്ങനൊരു തിരക്കാണ് ഉണ്ടാവുക. പ്രായമുള്ളവരെയൊക്കെ നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ ഒന്ന് പൊതിഞ്ഞ് പിടിച്ചിട്ടാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. നമുക്കവിടെ പൂജാരികൾ നമ്മളെ സഹായിക്കാനായിട്ട് ചില നിയുക്തരായിട്ട് കുറച്ച് പേരുണ്ടാവും. അവരും കൂടെ നിൽക്കും. അവരും നല്ല പോലെ ശ്രമിച്ചാലാണ് എല്ലാവരും തൊഴുതിറങ്ങാൻ പറ്റുക. അത് വർഷത്തിൽ എല്ലാ ദിവസവും നമ്മൾ ഒരാളായിട്ട് പോയാലും 10 പേരായിട്ട് പോലും ഒക്കെ ഇത് തന്നെയാണ് തിരക്ക് എപ്പോഴും. അതിനൊരു തയ്യാറെടുപ്പോടു കൂടിയാണ് എല്ലാവരും അമ്പലത്തിലേക്ക് വരിക. അപ്പോൾ ഈ അമ്മയെ കയ്യിൽ ചേർത്ത് പിടിച്ചിട്ടാണ് ഞാൻ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ തിരക്ക് രത്നവേദിയിലേക്ക് എത്തുമ്പോഴേക്കും തിരക്ക് കാരണം ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥ. അപ്പോൾ ഒരു വശത്തു കൂടി വളരെ ശ്രമപ്പെട്ട് ഈ അമ്മയെ നേരെ ആ രത്നവേദിക്ക് മുന്നിൽ, ശ്രീകോവിലിന് മുന്നിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം. അമ്മ ഇതാ അങ്ങറ്റത്ത് ആ കറുത്ത നിറത്തിൽ കാണുന്നതാണ് ജഗന്നാഥൻ. കാണുന്നുണ്ടോ വട്ടക്കണ്ണ് ഒക്കെ. അപ്പോൾ ബലരാമനെ കാണിച്ചപ്പോൾ അമ്മ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് സുഭദ്രയെ കാണിച്ചപ്പോൾ സുഭദ്രയും കാണുന്നുണ്ട്. ആ ചെറിയ രൂപം പറയുമ്പോൾ ഒക്കെ മഞ്ഞ നിറം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ജഗന്നാഥനെ കാണിക്കുമ്പോൾ കറുത്ത രൂപം ഞാൻ കാണുന്നില്ല മോളെ പറയണം. അപ്പോൾ ഞാൻ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി. അവിടെ എങ്ങും നിൽക്കാനാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ മാറ്റി നിർത്തിയിട്ട് വീണ്ടും കാണിക്കുകയാണ്. വട്ടക്കണ്ണ് കണ്ടോ, വലിയ കണ്ണ് കണ്ടോ. അപ്പോൾ കുറേ നേരം നോക്കിയിട്ട് പറഞ്ഞാൽ എനിക്ക് ഓടക്കുഴൽ കാണാം, പിന്നെ കാലിങ്ങനെ വലത് കാലിങ്ങനെ കുത്തി നിർത്തിയിട്ട് ഓടക്കുഴൽ വായിക്കാൻ നിൽക്കുന്ന കാണാം, കൈയും കാണാം കാലും കാണാം, ഓടക്കുഴൽ വായിക്കുന്ന കാണാം. രൂപം അങ്ങോട്ട് തെളിയുന്നില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും പ്രസാദം, സാധാരണ അവിടെ പുരി ജഗന്നാഥത്തിൽ അങ്ങനെ പ്രസാദമൊന്നും തരൽ പതിവൊന്നുമില്ല. നമ്മൾ ദക്ഷിണ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ തുളസി അങ്ങനെയുള്ള പ്രസാദം, ചെറിയ പ്രസാദങ്ങളെ ലഭിക്കലുള്ളൂ. അപ്പോൾ ഈ അമ്മയ്ക്ക് പൂജാരി എന്തോ ഒന്ന് കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു തിരക്കിനിടയിൽ. ഏതായാലും എങ്ങനെയെങ്കിലും ഒന്ന് ശ്രമപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങ് ദർശനം ഒരുവിധം പൂർത്തിയാക്കി. പക്ഷെ അമ്മയ്ക്ക് ജഗന്നാഥനെ കണ്ട് തൃപ്തിയായിട്ടില്ല. എന്തായാലും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് അമ്മയുടെ കയ്യിലിരിക്കുന്ന പ്രസാദം നോക്കുമ്പോൾ ഒരു ചെറിയ മൺകുടത്തിനുള്ളിൽ വെണ്ണയും ഒരു മയിൽപ്പീലിയുമാണ് പ്രസാദം. അപ്പോൾ പെട്ടെന്നൊരു നിമിഷം ഞാൻ ആലോചിച്ചതാണ്. കാരണം അവിടെ നിന്നുകൊണ്ട് ജഗന്നാഥൻ ആരാണ്, വട്ടക്കണ്ണുകളുള്ള കൈകാലുകളില്ലാത്ത മൂർത്തിയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സിലുള്ള കൃഷ്ണനെ തന്നെ കണ്ടാൽ മതി എന്ന് ഭഗവാൻ തീരുമാനിക്കുകയും ആ കൃഷ്ണൻ്റെ സാന്നിധ്യമുള്ളൊരു പ്രസാദം നൽകാൻ തീരുമാനിക്കുകയും ചെയ്താൽ ഇതിൽ എന്താണ്
എന്ത് റോളാണ് എനിക്കുള്ളത്, ഞാൻ എങ്ങനെയാണത് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നൊരു നിമിഷം മനസ്സിലാക്കിയപ്പോൾ ഒരു നിമിഷം മനസ്സിലൊരു കൗതുകവും ആ ലീലയിലൊരു സന്തോഷവുമാണ് തോന്നിയത്. ആ അമ്മയ്ക്ക് കൃഷ്ണനെ കാണുവാനാണ് ഇഷ്ടം, അതുകൊണ്ട് അമ്മ കൃഷ്ണനെ കണ്ടു. അല്ലെങ്കിലും സാക്ഷാൽ ജഗന്നാഥൻ രാധയോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയത്തോടു കൂടിയിട്ടുള്ള ശ്രീകൃഷ്ണൻ തന്നെയാണ് വൃന്ദാവനത്തിലേക്ക് എത്തുവാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന അതേ കൃഷ്ണൻ. അതേസമയം എല്ലാ തരത്തിലും കാളിയും ഭൈരവനും എല്ലാം ആകുന്ന ഒരു മഹാസത്യം പരബ്രഹ്മസ്വരൂപം തന്നെയാണ് പുരുഷോത്തമനായി അവിടെ നിൽക്കുന്നത്. അപ്പോൾ കൃഷ്ണനായി കാണുന്നവർക്ക് കൃഷ്ണനായി കാണാം. ഇത്രയും വലിയ രൂപമായിട്ടും പക്ഷേ ആ അമ്മയ്ക്ക് ജഗന്നാഥ സ്വരൂപം രത്നവേദിയിൽ കണ്ടില്ല. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ആദി ജഗന്നാഥൻ്റെ മറ്റൊരു രൂപമുണ്ട്. അവിടേക്ക് പോയിട്ട് അവിടെ വലിയ തിരക്കില്ല. അപ്പോൾ അമ്മയെ കൊണ്ടുപോയിട്ട് അമ്മ ഇതാണ് അകത്ത് കാണുന്ന രൂപം, പുറത്ത് കാണും. അപ്പോൾ പുറത്തെ ഈ ആദി ജഗന്നാഥനെ കണ്ടപ്പോൾ അമ്മ പറയണം, ഇതാണ് അല്ലേ പുരിയിലെ ജഗന്നാഥ്, ഞാൻ കണ്ടിട്ടുണ്ട് വട്ട കണ്ണുകളോട് വലിയ കണ്ണുകളോട് കൂടി പ്രത്യേക മുഖം അല്ലേ, ഇതെനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്. പക്ഷേ രത്നവേദിയിൽ രണ്ടാമതൊരിക്കൽ കൂടി അമ്മയും കൊണ്ട് വീണ്ടും തൊഴാൻ പോകുമ്പോഴും അമ്മ കാണുന്നത് കൃഷ്ണനെ മാത്രം. അങ്ങനെയാണ് ചിലത്, കാണുന്നതിനും അപ്പുറത്ത് ചിലതുണ്ട്. അതാണ് ദർശനം എന്ന് പറയുന്നത്. കാണുന്നതൊന്ന്, ദർശനം മറ്റൊന്ന്. പുരി ജഗന്നാഥത്തിലെ ദർശനങ്ങളിൽ ഒന്ന് അങ്ങനെയായിരുന്നു. മോക്ഷ, ജേർണി ടു ദ സെൽഫ്.